പള്ളിക്കുർബാനയ്ക്കും മലകേ. രാവിലെ ഇന്നലെ ആവും ഇത് ചെറിയൊരു പണി എനിക്ക് തന്നെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ നിലയില്ല ഞാൻ ചെയ്തത്. രാവിലെ ഒരു മോഹം തോന്നി കയറാത്ത റിങ്ങൊക്കെ എടുത്ത് കയ്യിലാക്കിട്ട് കുറച്ച് സോപ്പൊക്കെ എടുത്ത് കയറ്റി. പക്ഷെ അത് കയറി ഇത് ഊരാൻ പറ്റുന്നില്ല. പിന്നെ ഉറങ്ങിക്കിടന്ന് ജീവിതം ഞാൻ കുത്തിപ്പൊക്കി നമുക്കൊന്ന് കോട്ടയം വരെ പോയി വന്നാലോ എന്ന് ചോദിച്ച് വളരെ ഹാപ്പി അല്ലേ? എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടോ? അല്ലേ? സന്തോഷത്തോടെ ഷിപ്പിൽ കയറിയാലും ആലോചിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇല്ലേ? ഹാപ്പി. ബാക്കി കാര്യങ്ങൾ ജ്വല്ലറി ചെന്നിട്ട് വിരലും മുറിക്കണോ അതോ റിങ് മാത്രം മുറിച്ചാൽ മതി എന്നത് ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോ ഓരോരോ തോന്നല് ചെറുതാന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേൾക്കത്തില്ല. അത് കുത്തി കയറ്റണം. അത് കയറ്റി കഴിഞ്ഞിട്ട് മര്യാദക്കാണെന്ന് പറയുന്നത് അരമണിക്കൂർ മനസ്സാക്കിക്കൊണ്ടിരിക്കണം. രാത്രി മൊത്തം കൊച്ചിന്റെ കരച്ചിന്ന് പറഞ്ഞ് അവിടെ നിന്ന് അത് കഴിഞ്ഞ് 6 മണി 6:30 ആയപ്പം കിടന്നിട്ട് അരമണിക്കൂർ ഒന്ന് കിടക്കാൻ വേണ്ടി കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സിലായില്ല. എന്തോ എന്താ ഉറക്കല്ല ഉറക്കല്ലേ എന്നിട്ട് കൈയൊക്കെ വൈകിട്ടുള്ളത്. 1.5 മാസം പ്രായമുള്ള കൊച്ചിനെ പിന്നെ എങ്ങനെ നോക്കാം? ഈ 1.5 ലൂസ് ഐസ് തന്നെ നോക്കാനാ പാട്. സക്സസ്ഫുള്ളി നമ്മളിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ജീവനത് അവിടെ ബാക്കി വിളക്കൽ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. വിദഗ്ധമായി നമ്മുടെ മോതിരം ഊരി കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തു. അവരെന്നിട്ട് അത് തിരിച്ചു തന്നു. അല്ല സർ നന്നായി ചെയ്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുകയായിരുന്നെങ്കിൽ ഈ മോതിരം വിട്ടുവാണെങ്കിലും മുറിക്കുവാണെങ്കിലും തിരിച്ചിടുവാണെങ്കിലും അതിന്റെ എല്ലാം വീടെടുക്കാൻ വേണ്ടിയായിരുന്നു. ഒരു പുള്ളി അവിടെ കൈ വെച്ചപ്പോൾ കാറി കൂവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്കത് എന്റെ എടുക്കാൻ വേണ്ടി കയ്യില്ലാതായി പോയി. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ മാത്രമേ ഉള്ളൂ. ഡ്യൂറിംഗ് പ്രോസസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ബിഫോർ ആഫ്റ്റർ കിട്ടും. വേദന എടുക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നത് കാരണം അങ്ങോട്ട് ഫുള്ളി ഫ്ലെജ്ഡായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ട് കൈ മുറിഞ്ഞു. പക്ഷേ ഇവിടുന്ന് എന്റെ കൈ മുറിക്കും, അവര് വേദനിപ്പിക്കും, അകടി ഇത് തീയിടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നെ കൊണ്ടുവരും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ല ചേട്ടൻ ജസ്റ്റ് ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങെടുത്ത് തന്നു. പിന്നെ ഇനി ഇടരുത്, കുറച്ച് മറ്റേ വീങ്ങൽ പോയിട്ട് ഇടാവുന്ന പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ കൈ എടുത്തിട്ട് അക്കയിൽ ഇടരുത് പറഞ്ഞു. ഇനി കൈകൾ തീർന്നിട്ടുള്ളത് പിന്നെ ഇടാൻ വേണ്ടിയിട്ടാണ്. പരിപാടി എല്ലാം കഴിഞ്ഞ് കൈ മുറിക്കലും മോതിരടിയിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയിട്ട് ഫലൂദ മേശയിലാണ്. ഇവിടെ മേശയിൽ വന്നിട്ട് 2 ഇതുപോലെ എന്ത് ചെയ്യണം ഞാൻ ഇനി ഒപ്പിക്കും. ഒപ്പിച്ച് ഇനി അടുത്ത വീഡിയോ വരുന്നത്.